സ്നേഹാംസാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് USS 2026നെ കുറിച്ചിട്ടാണ്. അതായത് USS എക്സാം നമുക്ക് വരാനുണ്ട്. നമ്മുടെ ഏകദേശം ഒരു ഫെബ്രുവരി അടുത്തിട്ടാണ് നമുക്ക് എക്സാം വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ്, ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു മടി പിടിച്ചിരിക്കുന്ന സമയമാണ്. മക്കളോട് എനിക്ക് പറയാനുള്ളത്, മടി പിടിച്ചിരിക്കാനുള്ള സമയമില്ല. എങ്ങനത്തെ മക്കൾക്ക് USS നേടണം, USS എന്ന് പറയുന്ന സ്കോളർഷിപ്പ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ മക്കൾ മടി പിടിച്ചിരിക്കേണ്ട സമയമല്ല, നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു തുടക്കത്തിലേ പഠിച്ചു തുടങ്ങേണ്ടതാണ്. എന്നാലും സാരമില്ല, ഇപ്പോഴെങ്കിലും ബോധം ഉദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇതിന്ന് വരുന്നത്, എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കോട് കൂടി നമ്മുടെ USS നമുക്ക് പാസ്സാവാം, നമ്മുടെ സ്കോളർഷിപ്പ് നേടാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ ഇത് കാണണം കേട്ടോ. ഓക്കെ, USS എക്സാം എന്താ എന്നുള്ള ഒരു ഐഡിയ എല്ലാ മക്കൾക്കും ഉണ്ടാവും. 7ാം ക്ലാസ്സിൽ എല്ലാവരും ആദ്യം എന്താ USS എഴുതുന്നില്ലേ, USS സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഇതിലായിരിക്കും. എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് എന്ത്, ആ ഒരു സ്കോളർഷിപ്പ് എക്സാം നേടണം എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മടിയൊന്നും ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ സ്കോളർഷിപ്പ് എക്സാം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളതായിരിക്കും ആദ്യത്തെ നിങ്ങളുടെ ഡൗട്ട്. ഇനി വേറെ എന്തെങ്കിലും പഠിക്കണം ഈ എക്സാമിന്? ഒന്നും വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ സിലബസിൽ, അതായത് 7ാം ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ കൃത്യവും വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. മിസ് കുറച്ചുകൂടി ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് 2 പേപ്പറാണ് ഉള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് 2 പേപ്പർ ആയിരിക്കും. ഒരു ദിവസം തന്നെയായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. ചിലപ്പോൾ രാവിലെ പേപ്പർ 1ൻ്റെ എക്സാം ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2യുടെ. ആ 2 എക്സാമും ഒരുമിച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ പേപ്പർ 1 പേപ്പർ 2ൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പേപ്പർ 1 എന്ന് പറയുന്ന അതിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടാവും. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ചില മക്കൾക്ക് എന്തായിരിക്കും, മലയാളം ആയിരിക്കും, ചില മക്കൾക്ക് അത് സാൻസ്കൃത് ആയിരിക്കും, ചിലവർക്ക് അത് എന്തായിരിക്കും, ഉറുദു ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും മലയാളം സെക്കൻഡ് ആണ് വരാറ്. അപ്പോൾ മലയാളം സെക്കൻഡ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനത്തെ പഠിത്തമാണ് മക്കൾ പഠിക്കേണ്ടത്? അതായത് നമ്മുടെ ഈ വർഷം മുഴുവനുള്ള എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. പാഠഭാഗത്തിലെ കഥാപാത്രങ്ങൾ, മാത്രമല്ല ഓഥർ, അതായത് ആരാണോ ഇത് എഴുതിയിട്ടുള്ളത് അവർ എഴുതിയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ, വേറെ ബുക്സ് ഒക്കെ ഏതൊക്കെയാണ്, അവരെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് എക്സ്ട്രാ കാര്യങ്ങളും മക്കൾ പഠിച്ചിട്ടുണ്ടാകണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. എക്സ്ട്രാ കാര്യങ്ങൾ, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. അതേപോലെ തന്നെ മാത്സ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിക്കുന്ന വിഷയമാണ്. മാത്സ് എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. മാത്സിലെ എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അല്ല ചില മക്കൾ ഉണ്ടാവും, ഇത് ആവശ്യമില്ലാന്ന് ടീച്ചേഴ്സ് ക്ലാസ് എന്ന് പറയുമെങ്കിലും, പക്ഷെ നമ്മുടെ USS പോലത്തെ എക്സാമിന് എന്ത് വേണം, ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, പേപ്പർ 1ൽ ഉണ്ടാവുക. ഹിന്ദി നമുക്കില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹിന്ദി പഠിച്ച് ബുദ്ധിമുട്ടുണ്ട്, ഹിന്ദി ഒന്നും നമുക്ക് USS എക്സാമിന് വരത്തില്ല. ഈ പേപ്പർ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇംഗ്ലീഷിൽ ഗ്രാമർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു ചിരി കുറച്ചുണ്ടാവും. പിന്നെന്താണ്, നിങ്ങൾ അതേപോലെ നമ്മുടെ മലയാളം പഠിക്കുന്നത് പോലെ തന്നെ ക്യാരക്ടേഴ്സിനെ പഠിക്കുക, നമ്മുടെ ഓതേഴ്സിനെ പഠിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ബേസിക് സയൻസിൽ ഇതേപോലെ നമുക്ക് കുഞ്ഞു ബോക്സിൽ എന്താണ് എക്സ്ട്രാ റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഇരുന്ന് പഠിക്കണം മക്കൾ, അതൊക്കെ പഠിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യവും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. സോഷ്യൽ സയൻസിൽ ഇതേപോലെ തന്നെ പുറത്തുനിന്നൊന്നും പഠിക്കാനില്ല എന്നുള്ള കാര്യം എൻ്റെ മക്കൾ ആലോചിക്കുക. നിങ്ങൾക്ക് മെയിനായിട്ട്, അതായത് ഒരു 80% നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ പാഠഭാഗത്തിൽ നിന്നുള്ളത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പാഠഭാഗം പഠിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലേ. USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു മക്കൾക്ക് എന്തുണ്ടാവും, നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും സൂപ്പറായിട്ട് മാർക്ക് കിട്ടും. ഇനി ഇതിനൊക്കെ എന്താണ് മെസ്സേജ് ചെയ്യുക, അതായത് എന്താണ് ഒരു വഴി? ഇപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ പോകും,
നമ്മുടെ ക്രിസ്മസ് എക്സാം ഒന്നും ശരിക്കും എന്താണ് നമുക്ക് പാഠഭാഗങ്ങളൊന്നും കിട്ടത്തില്ല, സ്കൂളിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പം അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യവും വ്യക്തമായിട്ട് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂഷനും കൂടി ഉള്ളത് നല്ലതാണ് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഉള്ളത്. മീൻസ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പാഠഭാഗങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നുള്ളത് അല്ലേ. നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലൂടെ നിങ്ങൾക്ക് അതിന് സാധിക്കും. അതായത് നിങ്ങൾക്ക് USS എന്ന് വെച്ചാൽ എന്താണ്, പകുതി കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടാൽ മതി. എല്ലാ ക്ലാസ്സും നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, ഡെയിലി എന്നും ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം തന്നെ മക്കൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനി വേറൊരു സെഷൻസ് നമ്മൾ വെക്കും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടാവും. കൃത്യമായിട്ട് എക്സാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലുണ്ടാകും. നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ ലാസ്റ്റ് വരെ, മാർച്ച് ആനുവൽ എക്സാം കഴിയുന്നത് വരെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ എന്താണ് പണ്ട് എടുത്ത ഏതെങ്കിലും ചാപ്റ്റർ ആണ്, ഓക്കെ അതെനിക്ക് ഞാൻ മറന്നു പോയിട്ടുണ്ട്, ഒന്നുകൂടി കൊണ്ട് കളയാം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കാണാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളാം. നിങ്ങൾക്ക് USSൻ്റെ കൂടെ നമ്മുടെ ആനുവൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ മാർക്ക് കിട്ടാനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ബാച്ച് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇത്. സിലബസ് നന്നായിട്ട് കവർ ചെയ്യാം, അതിന് നമുക്ക് അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾ ചേർന്നാൽ നിങ്ങൾക്ക് സെറ്റാണ്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവാന്ന് പറയുന്നതാണ്. ഈ USS എക്സാമിലൊക്കെ പലപ്പോഴും എന്താണ്, പണ്ടത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചു വരും. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും മക്കൾ എന്ത് ചെയ്യും, അത് നമുക്ക് എന്താണ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ എന്താണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു ഗൈഡോ, അതായത് ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമുള്ള ഗൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാം, എന്നും ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് വളരെ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകേണ്ട കാര്യമാണ്. ഒരു സമയം ഇട്ടേച്ച് അങ്ങനെ പിന്നെ തുടങ്ങാം അങ്ങനെയുള്ള വിചാരമല്ല. പരീക്ഷയുടെ തലേന്ന് പഠിക്കാം അതും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയി ഇപ്പം തന്നെ പഠിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ USS ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ സിലബസ് നമ്മൾ കൃത്യമാക്കി, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് GK ചോദിക്കാൻ, കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി ഒന്ന് പത്രം വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്ന് പത്രം വായിക്കുക, അല്ലെങ്കിൽ എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക, ഒരു ഇച്ചിരി ആയിട്ട് പഠിക്കുക. വലിയ ഭൂഗോള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട, കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്താണ് USSന് വേണ്ടി നന്നായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, GK ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മക്കൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 USS എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക, മടി പിടിച്ചിരിക്കരുത്. നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ചേരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണ്, നമുക്ക് സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് വേണം അല്ലേ. അപ്പോൾ അതിൽ ചേരാത്ത ആളെങ്കിലും ഉണ്ടെങ്കിൽ ഇത് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, ഒരു ടെൻഷനും ഇല്ല. ഇത് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കുക, എന്നിട്ടൊന്ന് വേഗം ജോയിൻ ചെയ്യുക. പിന്നെ മിസ് പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പഠിക്കുക, ഒരിക്കലും മടി പിടിച്ചിരിക്കരുത്. 2026 USS നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.